റൊണാൾഡോ വളരെ നന്നായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ കളിച്ചത്. അവനധികം പാസ് ടീംമേറ്റ്സ് കൊടുത്തില്ല. ഫുട്ബോൾ പ്രേക്ഷകനായിട്ട് എനിക്കത് വളരെ വിഷമപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ റൊണാൾഡോ എങ്ങാനും ഇച്ചിരിയും കൂടി പാസ് കിട്ടിയായിരുന്നെങ്കിൽ 2 ഹാട്രിക്, 1 ഹാട്രിക് അല്ല 3 ഹാട്രിക് അടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കൂട്ടിന്. അത് അവിടെ ഡിഫൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കൊടുത്ത് കളിക്കുമായിരുന്നു. അതിനുശേഷം അങ്ങനെ മണ്ടത്തരം കാണിച്ച് അവസാനം ജോവാനോസ് ഒരു ഹെഡർ അടിച്ച്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് പോർച്ചുഗലിലെ ടീം വെറുതെ ഫുൾ ഒറ്റത്തീറ്റായിരുന്നു. ആരാണ് ഒറ്റത്തീറ്റ? ആരാ ഒറ്റത്തീറ്റ? എല്ലാവരും റൊണാൾഡോ വെച്ച്. ഇന്നലത്തെ പോർച്ചുഗലിലെ കളിയോടുകൂടി എല്ലാവരും പറയുന്നുണ്ട് റൊണാൾഡോക്ക് പ്രായമായില്ല, ഇനി വീട്ടിലിരുന്നോ, റൊണാൾഡോന്റെ ആ ഒരു കാലം കഴിഞ്ഞു എന്നുള്ള ഒരു സാധനം. അയ്യോ, സത്യമായിട്ടും അല്ല. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലാണല്ലോ ഇപ്പൊ കളിക്കണത്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കുമോ എന്നുള്ളത് പോലെ ഒരു ചോദ്യചിഹ്നമാണ് റൊണാൾഡോന്റെ മുന്നിൽ. അടുത്ത ഗെയിം ആവട്ടെ, അപ്പൊ നിങ്ങൾ കാണും മെസ്സി എന്തായാലും അടുത്ത ക്വാളിഫൈഡ് ആവും. ഹലോ ഗൈസ്, അപ്പോ ഇന്നലെ നമ്മുടെ പോർച്ചുഗലിന്റെയും DR കോങ്കോന്റെയും കളിയായിരുന്നു. അപ്പൊ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊണാൾഡോ ഹാട്രിക് അടിക്കുന്നത്. അപ്പൊ ആ വ്യക്തി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ആ വ്യക്തിനോട് തന്നെ ചോദിക്കാം റൊണാൾഡോക്ക് ഇന്നലെ എന്ത് പറ്റിയെന്നുള്ളത്. എന്ത് പറ്റിയെന്നല്ലേ താങ്കളുടെ റൊണാൾഡോക്ക്? റൊണാൾഡോ വളരെ നന്നായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ കളിച്ചത്. അവനധികം പാസ് ടീംമേറ്റ്സ് കൊടുത്തില്ല. ഫുട്ബോൾ പ്രേക്ഷകനായിട്ട് എനിക്കത് വളരെ വിഷമപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ റൊണാൾഡോ എങ്ങാനും ഇച്ചിരിയും കൂടി പാസ് കിട്ടിയായിരുന്നെങ്കിൽ 2 ഹാട്രിക്, 1 ഹാട്രിക് അല്ല 3 ഹാട്രിക് അടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കൂട്ടിന്. ഇന്നലെ റൊണാൾഡോനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ ത്രൂ ഔട്ട് ആ കളിയിൽ റൊണാൾഡോനെ അധികം കാണാനേ പറ്റിയിട്ടില്ല. സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല റൊണാൾഡോക്ക്. കാരണം റൊണാൾഡോ ഒന്നും കളിച്ചിട്ടില്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഒരു റൊണാൾഡോ ആരാധകൻ എന്നത് മാറ്റി നിർത്തിയാൽ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അതിനെ വിലയിരുത്തുക? അത് വളരെ മോശമായിരുന്നു. റൊണാൾഡോനെ സ്ക്രീനിൽ വെക്കണമായിരുന്നു. റൊണാൾഡോ കളിച്ചാലല്ലേ സ്ക്രീനിൽ കാണുള്ളൂ. അവന് വല്ലവരും പാസ് കൊടുത്താലല്ലേ സ്ക്രീനിൽ കാണുള്ളൂ. അങ്ങനല്ല, റൊണാൾഡോ ഒന്നും കളിക്കാത്തോണ്ടാണ് അവന് സ്ക്രീനിൽ കാണാണ്ടിരുന്നത്. പാസിന്റെ കാര്യം വിട്, പക്ഷെ അവനൊരു എന്താ പറയാ ഭയങ്കര നല്ല പ്ലെയർ എന്നുള്ള ആ ഒരു നിലയ്ക്ക് പോലും അവൻ കളിച്ചിട്ടില്ല ഒന്നും. റൊണാൾഡോക്ക് അങ്ങോട്ട് ഇതാകാൻ പറ്റില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അത് അവിടെ ഡിഫൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കൊടുത്ത് കളിക്കുമായിരുന്നു. അതിനുശേഷം അങ്ങനെ മണ്ടത്തരം കാണിച്ച് അവസാനം ജോവാനോസ് ഒരു ഹെഡർ അടിച്ച്. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് പോർച്ചുഗലിലെ ടീം വെറുതെ ഫുൾ ഒറ്റത്തീറ്റായിരുന്നു. ആരാണ് ഒറ്റത്തീറ്റ? എല്ലാവരും റൊണാൾഡോ വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഒറ്റത്തീറ്റ എന്ന് പറയുന്നത് റൊണാൾഡോയാണ്. കാരണം അവന് നന്നായിട്ട് കളിക്കറിയാം. എന്നിട്ട് അവൻ കളിച്ചൊന്നല്ലേ? നീ സത്യസന്ധമായിട്ട് പറ, റൊണാൾഡോ എന്നാലും ശരിക്കും കളിച്ചോ? അവര് ബോൾ ഇച്ചിരി നേരം പോലും കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടുക? എടാ എന്താ പറയാ, അത്രയും നല്ല പ്ലെയർ ആയിട്ട് പോലും പുള്ളിക്കാരൻ അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടാ? സത്യം പറയണം, അയാൾക്ക് പോകാൻ പറ്റില്ല റൊണാൾഡോക്ക്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്നാലും അതിൻ്റെതായ ഒരു എഫേർട്ട് ഇടാലോ. അത് ഇട്ടിട്ടുണ്ട്. ഡിഫൻഡേഴ്സ് ബാക്കിലാണ് അങ്ങനെയൊക്കെ ചെയ്ത്. ബാക്കിലോട്ട് അങ്ങനെ റൊണാൾഡോന് പോകാൻ പറ്റില്ല. അവന്റെ പൊസിഷൻ അതല്ല. സ്ട്രൈക്കറാണ്. അവൻ സ്ട്രൈക്കറാണ്. അതുകൊണ്ടാണ് റൊണാൾഡോ ഗോൾ അടിക്കാണ്ടിരുന്നത് ത്രൂ ഔട്ട് ആ കളിയില്, അല്ലേ? ആണ്. നീ റൊണാൾഡോ ഫ്രണ്ടിലെത്തുമ്പോ ബാക്കിയുള്ള എല്ലാ ഫോർവേഡ്സും പാസ് കൊടുത്ത് കളിച്ച്. ചിലതൊക്കെ ഹെഡർ അടിക്കാൻ പകുതി നോക്കി, അതല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. അപ്പൊ റൊണാൾഡോ ഗോൾ അടിക്കാത്തതിൽ നിനക്ക് വിഷമം ഉണ്ടാ? ഉണ്ട്. റൊണാൾഡോന് 2 ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ അതടിക്കാത്തതിന്റെ കാരണം അവന് അവൻ ഇച്ചിരി കൂടി അവൻ സെന്റർ രീതിയിൽ എന്തെങ്കിൽ അവൻ അടിക്കാൻ പറ്റിയ ഞാൻ. മാത്രമല്ല അവന്റെ തൊട്ട് ഫ്രണ്ടിൽ ഡിഫൻഡർ എടുക്കുന്നുണ്ടായി. അപ്പൊ ഇച്ചിരിയും കൂടി സൈഡിലോട്ട് മാറിയിട്ട് അടിക്കാൻ പറ്റില്ല. പക്ഷെ ഇൻ കേസ് ഡിഫൻഡർ ഉണ്ടായില്ലെങ്കിൽ റൊണാൾഡോ എന്തായാലും അത് ഗോൾ അടിച്ചാനെ. ഫസ്റ്റ് ഹാഫ് ഓക്കെ. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോനെ കണ്ടിട്ടേ ഇല്ല. നീ കണ്ടിട്ടുണ്ടായിരുന്നു? അറ്റംപ്റ്റ് ചെയ്തേ 2 എണ്ണം സെക്കൻഡ് ഹാഫിലാ. സെക്കൻഡ് ഹാഫിൽ 2 എണ്ണം അവൻ അടിച്ചില്ലല്ലോ, അവൻ കൊണ്ടുപോയി. പക്ഷെ അവൻ ഒറ്റയ്ക്ക് അടിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ മേ ബി അത്. കാരണം അവന് തന്നെ ഗോൾ അടിക്കണം എന്നുള്ള ഒരു സാധനം കൊണ്ടല്ലേ ആ ഗോള് പോയത്. പാസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അത് ഗോൾ ആവുമായിരുന്നില്ലേ?
അവൻ എവിടെ ടീമിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അത് ഗോളായ ഗോൾ ബോക്സിന്റെ അകത്ത് വെച്ച് അവൻ അടിക്കാൻ ചാൻസ് കിട്ടിയത്. അതും ഇത് അതിന്റെ ബോക്സ് ഇതിന്റെ ഈ മൂലയെ വെച്ചാണ് അവൻ അടിക്കാൻ ചാൻസ് കിട്ടിയത്. ഇച്ചിരി കൂടി ഇങ്ങനെ അവിടുന്ന് പാസ് കൊടുത്താ എല്ലാവരും പ്രതീക്ഷ അടിക്കുമെന്നാണ്. അവന് പാസ് കൊടുത്താ അത് സർപ്രൈസിങ് ആയിട്ട് അങ്ങനെ ഈ ഷോക്കഡ് ആയിട്ട് പെട്ടെന്ന് അടിക്കുമ്പോ എന്തെങ്കിലും കൂടി ഉയർത്തില്ല. മാത്രമല്ല അവന് അടിക്കാൻ അത് കാര്യമായിട്ട് പറ്റിയില്ല. അതാണ് കാരണം. ഇന്നലത്തെ പോർച്ചുഗലിലെ കളിയോട് കൂടി എല്ലാവരും പറയുന്നുണ്ട് റൊണാൾഡോക്ക് പ്രായമായില്ല, ഇനി വീട്ടിലിരുന്നോ, റൊണാൾഡോന്റെ ആ ഒരു കാലം കഴിഞ്ഞു എന്നുള്ള ഒരു സാധനം. അയ്യോ സത്യമായിട്ടും അല്ല, കൊറേ പേര് പറഞ്ഞു. ഞാൻ കൊറേ റീൽസും പോസ്റ്റും ഒക്കെ കണ്ടു. ഒരാളുടെ പേര് പറ. അങ്ങനെ പേരെന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, കമന്റിലായാലും എന്താ പറയാ, അങ്ങനെ കൊറേ ഇതിൽ പറയുന്നുണ്ട്. വായിച്ചില്ല, സീരിയസ്ലി പറയുന്നുണ്ട്. ഈ ന്യൂസിലൊക്കെ ആ പോസ്റ്ററൊക്കെ വരുമ്പോ അതിന്റെ താഴെ വരുന്ന കുറെ കമന്റ് ഉണ്ട്, പ്രായമായില്ല ഇനി വീട്ടിലിരുന്നോ എന്നുള്ള സാധനം സീരിയസ്ലി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത് വല്ല ജോലിക്കും പോകും, വീട്ടില് റീൽസ് നോക്കിയിരിക്കണ്ടാണോ പണി. എന്റെ അഭിപ്രായം അവര് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? 41-ാം വയസ്സിൽ റൊണാൾഡോ ഇത്രയും അടിപൊളിയായി പെർഫോം ചെയ്യുന്നുണ്ട്. റൊണാൾഡോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയാണോ? എന്താ അവന്മാര് ചില പൊട്ടന്മാരേക്ക് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ കമന്റ് ഇടുന്നവര് എന്ന് വെച്ചാൽ എംബാപ്പെ, യമീൻ യമാലിനെ പോലത്തെ ആൾക്കാരൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ളവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന എംബാപ്പെ 2 ഗോൾ അടിച്ചുട്ടാ, റൊണാൾഡോ അതുപോലും ചെയ്തില്ല. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആരാ തോറ്റെ? കഴിഞ്ഞ വേൾഡ് തോറ്റെ കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് ഇപ്പൊ എടുക്കണ്ട. 4-3. ഓക്കെ ശരി, അതൊക്കെ വിട്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലാണല്ലോ ഇപ്പൊ കളിക്കണത്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കുമോ എന്നുള്ളത് പോലെ ഒരു ചോദ്യചിഹ്നമാണ് റൊണാൾഡോന്റെ മുന്നിൽ. അടുത്ത ഗെയിം ആവട്ടെ, അപ്പൊ നിങ്ങൾ കാണും. മെസ്സി എന്തായാലും അടുത്ത ക്വാളിഫൈഡ് ആവും. മെസ്സി ഓക്കെ പോട്ടെ, മെസ്സി എന്തായാലും ക്വാളിഫൈഡ് ആവും, കാരണം അവൻ ഹാട്രിക് അടിച്ചല്ലോ. അതൊക്കെ അത് ഗോട്ടാണ്. റൊണാൾഡോയോ? അപ്പൊ റൊണാൾഡോ ഗോട്ടല്ലാതാണ്. റൊണാൾഡോ എന്താ? ഞാൻ നമ്പർ 1 ഫാനാണ് മെസ്സിന്റെ, അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ. പക്ഷെ എനിക്ക് ഏകദേശം റൊണാൾഡോനെ അതേപോലെ തന്നെയാണ്, പക്ഷെ മെസ്സിന് ഇച്ചിരി കൂടി കൂടുതല. പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ റൊണാൾഡോ ആരാധകനാണെന്ന്. ഞാൻ എപ്പോ ഇങ്ങനെ പറഞ്ഞു? എവിടെ തെളിവുകളുണ്ട്? ആ തെളിവുകൾ വെറും ഫേക്ക് ന്യൂസ് ആണ്. ഒരു റൊണാൾഡോ ആരാധകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ, നിനക്ക് റൊണാൾഡോന്റെ കളി ഇന്നലെ നീ കണ്ടല്ലോ, അപ്പൊ കുറച്ചും കൂടി റൊണാൾഡോ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിനക്ക് തോന്നിയോ? റൊണാൾഡോ ഇപ്പൊ തന്നെ ഭയങ്കര നല്ലൊരു കളിക്കാരനാണ്. മിക്ക കളിക്കാരനെക്കാട്ടും നല്ലതാണ്. യമീൻ യമാൽ, എംബാപ്പെ, ഡെംബേലെ, ഇങ്ങനത്തെ കുറെ കളിക്കാരെക്കാട്ടും നല്ലതാണ്. എന്ന് വെച്ചാൽ അവൻ ഒറ്റക്ക് മതി ഫ്രാൻസ് ടീം ഫുള്ളും തോപ്പിക്കാൻ. പക്ഷേ ഇച്ചിരി ലേശം കൂടി ഇമ്പ്രൂവ് ആവണം, ലേശം കൂടി. അതായി കഴിഞ്ഞാൽ അടുത്ത മാച്ചിൽ നിങ്ങളുടെ എംബാപ്പയും പോർച്ചുഗലും എതിരാണെങ്കിൽ നിങ്ങളുടെ എംബാപ്പെ അപ്പം തന്നെ ഔട്ട്. റൊണാൾഡോ ഒറ്റ ഒരാൾ മതി. അതാണ്. അപ്പൊ എന്തായാലും കുറച്ചും കൂടെ റൊണാൾഡോ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് നമ്മുടെ ആരാധകൻ പറയുന്നത് കേട്ടോ. റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ റൊണാൾഡോ ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? എംബാപ്പെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കൊട്ടും കഴിയില്ല. റൊണാൾഡോ വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ കാണാം.